കൊച്ചി പനമ്പള്ളി നഗറിൽ ഒരു ഭിന്നശേഷിക്കാരനെ ഒരു ക്ലാസിക് ഹണി ട്രാപ്പിൽപ്പെടുത്തി. കൊച്ചിയിലെ അവിടെ ജോലി ചെയ്തിരുന്ന കൊല്ലംകാരൻ അമൽദേവ് ഒരു ഭിന്നശേഷിക്കാരനാണ്. ഫുഡ് ഡെലിവറിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് കുറേ മാസങ്ങളായി. അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ വളരെ സജീവമായി. ആ വഴി വന്നപ്പോഴാണ് സഫാന എന്നൊരു പെൺകുട്ടിയുമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ കൂടെ പരിചയപ്പെട്ടു. 30കാരനായ ഫുഡ് ഡെലിവറി ചെയ്യുന്ന അമൽദേവ് ആ പെൺകുട്ടിയുമായിട്ട് ചാറ്റ് ചെയ്തു, അടുത്തു, വളരെ ലോഹ്യത്തിലായി. അതിനുശേഷം ഇയാളെ തമ്മിൽ കാണാനായിട്ട് വിളിച്ചു. ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് ഉള്ള ഒരു ക്ഷണമായിരുന്നു അത്. ആ രീതിയിലുള്ള ചാറ്റുകളൊക്കെയാണ് നടത്തിയത്. ഇയാൾ കൊല്ലംകാരനാണ് എന്ന് പറഞ്ഞു ആണ് അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം കഴിഞ്ഞ ഞായറാഴ്ച വരാൻ പറഞ്ഞു. താൻ ലോഡ്ജിലാണ് താമസിക്കുക, അവിടേക്ക് വരാൻ. അങ്ങനെ ഇയാൾ ഞായറാഴ്ച അവരെ കാണാനായിട്ട് റെഡിയായി. അവരെ താമസിക്കുന്ന സ്ഥലത്ത് ചെല്ലാം എന്ന് പറഞ്ഞപ്പോൾ സഫാന എന്ന് പറഞ്ഞ ആ പെൺകുട്ടി അവർ പറഞ്ഞു, ഞാൻ താമസിക്കുന്നിടത്ത് വരണ്ട, പനമ്പള്ളി നഗറിലൊരു ഹോട്ടലുണ്ട്, അവിടെ വരാം, അവിടെ മുറിയെടുക്കാം. ഇയാളത് സമ്മതിച്ചു. ഇയാൾ പനമ്പള്ളി നഗറിലെ ആ ഹോട്ടലിൽ ചെന്നു. ഇവരുടെ മുറി കയറി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഇടയ്ക്ക് 3-4 പുരുഷന്മാർ, ആണുങ്ങൾ അവിടെ എത്തി. അവർ ഇയാളുമായിട്ട് സംസാരിച്ചു. നീ ഹണി ട്രാപ്പിന് വന്നതല്ലേ, നീ അങ്ങ് കാര്യങ്ങൾ നടത്ത് എന്ന് പറഞ്ഞു. ഇയാൾ വിസമ്മതിച്ചു. അത് നടക്കില്ല, നീ വസ്ത്രങ്ങളെല്ലാം മാറ്, നീ വന്ന കാര്യം നടത്ത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പം ഇയാളാകെ വിഷമിച്ചു. അവർ ബലം പ്രയോഗിച്ച്, ഇയാളെ വിസമ്മതിച്ചതോടുകൂടി അവർ ബലം പ്രയോഗിച്ച് ഇയാളുടെ വസ്ത്രങ്ങൾ ഊരി ഇയാളെ നഗ്നാക്കിയിട്ട് ഇയാളുടെ ഫോട്ടോ എടുത്തു. അതിനുശേഷം അവർ ഇയാളോട് പണം ആവശ്യപ്പെട്ടു. ഹണി ട്രാപ്പ് പണത്തിന് വേണ്ടി ഒരു ഹണി ട്രാപ്പ് തന്നെയായിരുന്നു. സഫാന പണം ചോദിച്ചു, കൊടുത്തില്ല. ഇവർ 4 പേര് ഇവരുടെ സുഹൃത്തുക്കളായി വന്നവർ, ഒരാൾ അമൽ, മറ്റൊരാൾ വേണുഗോപാൽ, ഒരാൾ രാഹുൽ ആനന്ദ്, മറ്റൊരാൾ സഞ്ജു. ഇവർ 4 പേരാണ് ഇവരുടെ സുഹൃത്ത്, സഫാനയുടെ സുഹൃത്ത്. അവർ പണം കൊടുക്കാതെ വന്നപ്പോൾ ഭീകരമായിട്ട് ഇയാളെ മർദ്ദിച്ചു, അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയും ചെയ്തു. യുവാവിനെ അവരവിടുന്ന് പണം ലഭിക്കില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു. യുവാവ് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടു, കേസ് രജിസ്റ്റർ ചെയ്തു. ഇവരെ അറസ്റ്റ് ചെയ്തു. സഫാനയും 4 പേരെയും അറസ്റ്റ് ചെയ്തു. അവർ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരാണ്, വിൽക്കുന്നവരാണ്, പല കേസിലും അവർ പ്രതികളാണ്. ആ വിവരങ്ങളൊക്കെ ഈ മർദ്ദനം കിട്ടിയ ശേഷം പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടപ്പോഴാണ് അമൽദേവിന് മനസ്സിലായത് ചതിയായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ അയാൾ വളരെ സജീവമായിട്ട് വന്നപ്പോഴാണ് സഫാന എന്നൊരു പെൺകുട്ടി ഇയാളുമായിട്ട് ബന്ധപ്പെട്ടത്. അങ്ങനെയാണ് ആ സൗഹൃദം മുന്നോട്ട് പോയത്. അവർ തമ്മിലുള്ള ചാറ്റുകൾ വഴിവിട്ട ചാറ്റുകളാണ്. അതിനകത്ത് കൂടുതൽ ചാറ്റുകൾ നടത്താനൊക്കെ സഹായിച്ചത് അവരെ സുഹൃത്തായ ആ വേണുഗോപാൽ തന്നെയാണ് എന്നും പറയുന്നുണ്ട്. എന്തായാലും വല്ലാത്തൊരു ട്രാപ്പിലേക്ക് പെട്ടു, മർദ്ദനവും കിട്ടി. പോലീസ് കേസെടുക്കുകയും ചെയ്തു. സഫാനയെയും 4 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഇവരെ കോടതിയിൽ കൊണ്ടുപോകാൻ നേരത്തെ പത്രക്കാരെല്ലാം കൂടിക്കഴിഞ്ഞപ്പം ഇവർക്ക് അത് വലിയ രസമായിട്ട് തോന്നി. കാരണം അവരെല്ലാം ഡ്രഗ്സ് വിൽക്കുന്നവരും ലഹരി ഉപയോഗിക്കുന്നവരൊക്കെയാണ്. അവർക്ക് അത് ഒരു പൊട്ടിച്ചിരിയുടെ രംഗമായിട്ടാണ് വന്നത്. കാരണം ഇതൊന്നും സാരമില്ല, ആ പയ്യന് അവന് ഈ രീതിയിലൊരു പെരുമാറ്റം ഉണ്ടായപ്പം കൊടുത്ത ഒരു പാഠമാണ് അവന് എന്നുള്ള രീതിയിൽ അവർ ചിരിക്കുകയായിരുന്നു എല്ലാവരും. കേസെടുത്തതിനോ ഇയാളെ ഹണി ട്രാപ്പിൽ പെടുത്തതിനോ അയാളെ വിവശനാക്കി ഫോട്ടോ എടുത്തതിനൊന്നും അവർക്ക് യാതൊരു പ്രയാസവും ദുഃഖവുമില്ല. അതവരുടെ തൊഴിലിൻ്റെ ഭാഗമാണ്, ഹണി ട്രാപ്പിൻ്റെ ഭാഗമാണ് എന്നൊക്കെ രീതിയിൽ പത്രക്കാരെ കണ്ട് ചിരിച്ചു കളിച്ചാണ് അവരെ കോടതിയിലേക്ക് പോയത്. എന്തായാലും ഇവരൊക്കെ ഡ്രഗ്സ് കേസിനകത്തൊക്കെ പ്രതികളാണ്. അവരെ കോടതിയിൽ ഹാജരാക്കി. പക്ഷേ ഈ
അമൽദേവിനെ അതിലൊരു ഭിന്നശേഷിക്കാരനാണ്, അയാളെ ഫോട്ടോ നഗ്നമായ രീതിയിൽ ഫോട്ടോ എടുത്തത്, അതൊക്കെ അവർ സർക്കുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്തായാലും ഇതുപോലുള്ള ക്രിമിനലിൻ്റെ കൈ പെട്ടുപോയാൽ അനുഭവം എന്താണെന്ന് ഇപ്പം മനസ്സിലായി. അതിക്രൂരവും ഭീകരവുമായ രീതിയിലാണ് അയാളെ മർദ്ദിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവം എല്ലാവർക്കും ഒരു പാഠമാകട്ടെ. ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് രംഗത്ത് വരുന്നവർ ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ട്രാപ്പിൽ ചെന്ന് പെടും, പണം കൊടുത്ത് ഊരാൻ ശ്രമിക്കും. പണമില്ലെങ്കിൽ മർദ്ദനം ഉറപ്പ് തന്നെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.